everyone, welcome back. So നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷന്റെ പാർട്ട് 3 വീഡിയോയാണ്. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് ഒരു കാര്യത്തെ ചിന്തിച്ച് നിങ്ങളുടെ ആ ഒരു ആഗ്രഹം സാധ്യമാക്കുക എന്നുള്ളതാണ്. സോ എങ്ങനെ ചിന്തിക്കാം എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും പറയും നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹത്തിനെ പറ്റി നിങ്ങൾ അത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അത് ആഗ്രഹിക്കുമ്പോൾ അത് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ട് അത് നിങ്ങൾ ഓൾറെഡി നേടിയെടുത്ത് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വേണം നിങ്ങളത് ചിന്തിക്കാൻ എപ്പോഴും പറയും. പക്ഷേ അങ്ങനെ തന്നെയാണ് ഏറ്റവും ഹാപ്പിയായിട്ട് ചിന്തിക്കണം. പക്ഷെ അതിന്റെ കൂടെ നിങ്ങൾ ഡെയിലി എന്നും ചെയ്യുന്ന എന്തെങ്കിലും ഒരു റൊട്ടീൻ ഉണ്ടാവില്ല. ഇപ്പം ഒരാൾ എന്നും രാവിലെ എഴുന്നിട്ട് ചായ കുടിക്കും എന്നുള്ളൊരു ശീലം അങ്ങനെ അത്രയും ഉറപ്പായിട്ടും ഒരാൾ എന്നും ചെയ്യും എന്ന ഉറപ്പുള്ള ഒരു ശീലത്തിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് ആ ഒരു ആഗ്രഹത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം സപ്പോസ് ഒരു വീട് ഉണ്ടാക്കുക എന്നുള്ളതാണെന്ന് വിചാരിച്ചു. അപ്പം അത് എങ്ങനെയുള്ളൊരു വീടാണ്, എന്തൊക്കെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ സെറ്റ് ചെയ്ത് വെക്കുകയും എന്നിട്ട് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ചായ കുടിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ആ വീട്ടിൻ്റെ ബാൽക്കണിയിൽ ഇരുന്നായിരിക്കും നിങ്ങൾ ചായ കുടിക്കുക. പുതിയ വീട് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. എന്നിങ്ങനെയൊക്കെ ക്ലബ് ചെയ്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് വളരെ വേഗം തന്നെ സാധിക്കാൻ കഴിയുന്നതാണ്. അതായത് എന്നും രാവിലെ എഴുന്നിട്ട് 10 മിനിറ്റ് ഉറങ്ങുന്നതിന് മുന്നേയുള്ള 10 മിനിറ്റ് നിങ്ങൾ ആ ആഗ്രഹത്തിനെ പറ്റി ചിന്തിക്കുന്ന ടൈം നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ നാളെ രാവിലെ എഴുന്നേറ്റ് ചായ കുടിക്കാൻ പോകുന്നത് ആ പുതിയ വീട്ടിലെ ബാൽക്കണിയിൽ ഇരുന്നിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വീട്ടിൽ റീഡിംഗ് റൂം ഉണ്ടാകും, അവിടെ നിങ്ങൾ ബുക്ക് വായിക്കുമ്പോഴായിരിക്കും ചായ കുടിക്കുക. സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ ആ ഒരു ആഗ്രഹം വളരെ വേഗം തന്നെ നടക്കാനാണ് ചാൻസ്. ഇപ്പൊ വീട് വെക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയൊരു ജോലി, ഒരു ഡ്രീം ജോബ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് എങ്ങനത്തെ ഒരു ജോലി ആയിരിക്കണം, നിങ്ങൾക്ക് താഴെ എത്രമാത്രം ആൾക്കാരുണ്ടാവണം, ഇങ്ങനെയൊക്കെ വ്യക്തമായിട്ട് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിച്ച് തയ്യാറാക്കിയിട്ട് ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഓരോ മൈന്യൂട്ടായിട്ടുള്ള മൈനർ ഡീറ്റെയിലിങ്ങും നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചിന്തിക്കാൻ കഴിയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. സോ ഓരോ കാര്യവും ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ചിന്തിക്കുക എന്നത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഓരോരോ ചെറിയ ഡീറ്റെയിലിംഗ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ ഉപയോഗിച്ച് എപ്പോഴാണ് ആദ്യമായിട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അധികം അക്കാഡമിക്കിലൊന്നും വളരെയധികം ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ 12th മാർക്ക് കുറഞ്ഞ് ഞാൻ പിന്നെ ഡിഗ്രിക്ക് പോയി 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയപ്പോൾ നമുക്കറിയാം റിപ്പീറ്റ് ചെയ്യാൻ എത്തരത്തിലുള്ള കുട്ടികളായിരിക്കും ചെല്ലുക. 12th ഫുൾ A+ ഒക്കെ വാങ്ങിച്ച് നല്ല വൃത്തിക്ക് തന്നെ പഠിച്ച് വന്ന കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ കമ്പീറ്റ് ചെയ്യേണ്ട ആളാണ് ഞാനും. പക്ഷെ ഞാൻ അപ്പം തൊട്ട് വിശ്വസിക്കാൻ തുടങ്ങി ഞാനൊരു ക്ലാസ്സിലൊരു ടോപ്പറാണ്, ഞാൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഞാൻ ഒരു ടോപ്പർ എന്ന രീതിയിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടൊരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ തന്നെ മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി, ഉറച്ച് തന്നെ വിശ്വസിക്കാൻ തുടങ്ങി. അതായത് എന്നോട് എല്ലാ വ്യക്തികളും ടീച്ചേഴ്സൊക്കെ എന്നോട് പെരുമാറുന്നത് ഞാൻ ടോപ്പർ എന്നുള്ള നിലയ്ക്കാണ്. ആ ഒരു രീതിയിൽ ഞാൻ എനിക്ക് ആ ഒരു വൈബാണ് മറ്റുള്ളവരുടെ നിന്ന് കിട്ടുന്നത് എന്ന് ഞാൻ എന്നും ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചിന്തിച്ച് ഞാൻ അത്രയും ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കൂടെ പഠിച്ചപ്പോഴും ഞാൻ ആ ക്ലാസ്സിൽ ഏറ്റവും ടോപ്പറായിട്ട് തന്നെയാണ് നിന്നത് ആ പഠിച്ച ടൈമിലൊക്കെ. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ഓരോ മൈനർ ഡീറ്റെയിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്കേ അറിയൂ. അപ്പം ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാറാണ് നിങ്ങൾക്ക് സ്വന്തമാക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്നും രാവിലെ യാത്ര ചെയ്ത് പോകുന്നത് ആ കാറിലാണ്. ഏത് കളറുള്ള കാറായിരിക്കണം, ഏത് കമ്പനീൻ്റെ കാറായിരിക്കണം, ഇങ്ങനെ ഏറ്റവും മൈനർ ഡീറ്റെയിലിംഗ് കൊടുത്ത് നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ കഴിയുകയാണെങ്കിൽ അത് വളരെ വേഗം തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് എന്നാണ് ഞാൻ ഇന്നൊരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് വേണം തോന്നിയാൽ പ്ലീസ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. താങ്ക് യു.